ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോൻപുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രലോഭനം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. നമ്മുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. പരീക്ഷകളെ അതിജീവിക്കാനുള്ള ശക്തിയും അവിടുന്ന് തന്നെ നമുക്ക് നൽകും. പ്രലോഭനങ്ങൾ ഒരിക്കലും ഒരു പാപമല്ല, എന്നാൽ അവയിൽ അകപ്പെട്ടു പോകുന്നതാണ് പാപം. ഈശോയ്ക്കുണ്ടായ 3 പ്രലോഭനങ്ങളെയും അവയെ അവിടുന്ന് അതിജീവിച്ചത് എപ്രകാരമെന്നും ധ്യാനിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. പ്രലോഭനങ്ങൾ പോലും അവിടുന്ന് അനുവദിക്കുന്നതാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത്. 40 രാവും 40 പകലും ഈശോ ഉപവസിച്ചു. 3 രീതിയിൽ സാത്താൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. കല്ലുകളെ അപ്പമാക്കുവാനും, താഴേക്ക് ചാടി മാലാഖമാരുടെ കൈകളിൽ സുരക്ഷിതനാകുവാനും, താണുവണങ്ങി ആരാധിച്ച് ലോകത്തിലുള്ള സകലതും കൈവശമാക്കുവാനും. ഭക്ഷണം, സുരക്ഷിതത്വം, പദവി എന്നിങ്ങനെ നമ്മെപ്പോലെ അവിടുന്നും പരീക്ഷണ വിധേയനാകുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെയെല്ലാം ഈശോ അതിജീവിക്കുന്നു. അവിടുന്ന് നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് തിന്മയെ ചെറുത്തു നിൽക്കാൻ വചനത്തെ മുറുകെ പിടിക്കുക. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനത്തിൻ്റെ ശക്തിയാലും ഉണർവോടെയുള്ള പ്രാർത്ഥനയാലും നമ്മുടെ അനുദിന ജീവിത പ്രതിസന്ധികളെ, പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പരീക്ഷകളെ അതിജീവിച്ച ഈശോ തന്നെയാണ് നമ്മുടെ മാതൃക. അവിടുന്ന് തന്നെയാണ് നമ്മുടെ സഹായവും. ക്രിസ്തു ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.